ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും ഫയർടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി ഞാനിപ്പോൾ വീഡിയോ ഇടാത്ത ഒരാഴ്ച ആയിട്ടുണ്ടാവും. കുറച്ച് തിരക്കും എൻ്റെ അടുത്തുള്ള കൂടുതലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നോട് ഈ കാര്യം തന്നെ വിട്ടുപോയി. അപ്പോൾ ഇന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. ഒരു മൈനിങ് ഏരിയ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആക്കാൻ വിചാരിച്ചാണ്. പക്ഷേ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഫുൾ സെറ്റ് അയൺ ആർമർ അല്ല ഇട്ടത്. കാരണം അതിൽ ബൂട്ട്സും ഹെൽമെറ്റും അയണല്ല, അത് ഗോൾഡും ലെതറുമാണ്. കാരണം ഇന്ന് എൻ്റെ ബേസിൻ്റെ അടുത്ത് ഒരു റവീനുണ്ട്. ആ റവീനിൽ പോയിട്ട് കുറച്ച് അയൺ കളക്ട് ചെയ്യാം. അത് മാത്രമല്ല, എൻ്റെ സ്കൈ ബ്ലോക്ക് വേൾഡിൽ എൻ്റെ ഫ്രണ്ട്സ് അതിൽ കുറച്ച് പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്ന് ക്ലിയർ ആക്കണം. എന്നാലും നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാൻ ഇവിടുന്ന് ബ്ലാസ്റ്റ് ഫർണസ് എടുത്തു, അതിനോട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഞാൻ എന്തായാലും ഇവിടെ മൂലം തുടങ്ങാൻ തന്നെ വിചാരിച്ചു. എൻ്റെ ബേസിൽ പോവാം. അതിന് ശേഷം നമുക്ക് എൻ്റെ ബേസിൽ 2 ഫർണസ് ഉണ്ട്. എൻ്റെ മൈനിങ് ഏരിയ ഞാൻ കുറച്ച് ഓഫ് ക്യാമറയിൽ ഇരുന്ന് എക്സ്റ്റെൻഡ് ആക്കിയിരുന്നു. ഞാൻ കാണിച്ചു തരാം. കുറച്ചേ ആക്കിയിട്ടുള്ളൂ, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഓക്കെ, എൻ്റെ ബേസിൽ 2 ഫർണസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം അത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസം ഞാൻ ഫ്രീ ഫയർ കുത്തിരിഞ്ഞ് കളിക്കുന്നു. ടച്ചൊന്നും തരുന്നില്ല മനസ്സിന്. ഞാൻ 2 ദിവസം ഫ്രീ ഫയർ കളിക്കരുത്, അത് തന്നെ, വേറെ വയ്യൊന്നുമില്ല. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ എനിങ്ങനെ മുടക്കാതെ എപ്പോഴും വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് 21 സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമൊന്നുമല്ല, കുറേ ഇനിയും ആക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ലൈവൊക്കെ ഇടണമെന്നുണ്ട്, പക്ഷെ അത് നടക്കുക. 50 സബ്സ്ക്രൈബേഴ്സ് ആവാണ്ട് ലൈവ് ഇടാൻ പറ്റില്ല എന്നാണ് ലൈവ് ഇടാൻ നോക്കിയാൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നോട് മൾട്ടിപ്ലെയർ കളിക്കണം എന്നുള്ളവർക്ക് എൻ്റെ ടാഗ് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ അഥവാ നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാഗ് ഒന്ന് കമൻറ്റും ചെയ്യുക കൂട്ടത്തിൽ. അത്ര മാത്രം ചെയ്താൽ മതി. മൾട്ടിപ്ലെയറിന് ഞാൻ നിങ്ങളെന്തായാലും ഫ്രണ്ട് ആക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സാധനം എടുത്ത് വെക്കണം. റവിയിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കണം MLT ചെയ്യാനായിട്ട്. ഞാൻ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇതൊക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര പണിയാണ്. നമ്മുടെ സ്കൈ ബ്ലോക്കിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗണെ കൊല്ലാനാണ്. നമ്മൾ സ്കൈ ബ്ലോക്കിൽ ഡ്രാഗണെ കൊല്ലലും ഈ ഒരു പ്ലേ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സീരീസ് കഴിയും. എന്തായാലും ഒരു 5 എപ്പിസോഡ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഫുൾ സെറ്റ് ഡയമണ്ട് ആക്കാൻ നിൽക്കില്ല. ട്രേഡിങ്ങിൻ്റെ പരിപാടി ഇത് കുറച്ച് ടഫും, വിചാരിച്ച പോലെ അത്ര ഈസി അല്ല. അത് കുറച്ച് ടഫാണ്. കാരണം നമുക്ക് വില്ലേജറിനെ ക്യൂർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം വില്ലേജസ് നമുക്ക് ഓൾറെഡി നമുക്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ഒന്നൊന്നല്ല നമുക്ക് അവിടെ ഉള്ള 4 വില്ലേജസ് കണ്ടാടാം. അപ്പം സ്കൈ ബ്ലോക്കിൽ അപ്പോൾ നമുക്ക് ഇത് ബ്രീഡർ ഉണ്ടാക്കിയാലും മതി. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ട്രേഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ശരി, ഞാനതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് മിക്കവാറും ഒരു സീരീസ് പെട്ടെന്ന് ഒരു 5 എപ്പിസോഡിൻ്റെ ഉള്ളിൽ ഈ റിവ്യൂലാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇത് സ്കൈ ബ്ലോക്കിൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ എല്ലാം വിശദമായിട്ട് എന്തായാലും ഒരിക്കൽ പറയും. ഇപ്പം നമുക്ക് ലെറ്റ്സ് പ്ലേയിലെ കാര്യം നോക്കാം. ഇവിടുന്ന് നേരെ താഴേക്ക് ചാടണമെന്നുണ്ട്. ശരി, ചെറിയൊരു ഭയം. ബോയ്. പിന്നെ ഇവിടെ കുറച്ചുള്ള അയാണ് മൊത്തം കളിച്ചിട്ട്. ഇപ്പം എൻ്റെ ഫസ്റ്റ് അയാണില്ലേ ഇത്. പിന്നെ ചിലപ്പോൾ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ഈ റോ അയണിൻ്റെ ബ്ലോക്ക് ഓഫ് റോ അയൺ സ്പോൺ ആകാൻ ചാൻസ് ഉണ്ട്. വളരെ റെയറായിട്ട് ഗെയിമിൽ. അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും. ഞാൻ വേറൊരു അക്കൗണ്ടിൽ മൈൻക്രാഫ്റ്റ് കളിച്ചുതരാം. ഈ ഒരു ഫോണിൽ എൻ്റെ വേറൊരു ഫോണുണ്ട് ഇവിടെ, അതിൽ മൈൻക്രാഫ്റ്റ് കളിച്ചുതരാം. 3 ബ്ലോക്ക് ഓഫ് റോ അയണിൻ്റെ ബ്ലോക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം അത് കുറച്ച് അധികം ഓവർ ലെക്കാണ്. അതിലേക്ക് ആ സീഡ് ചെയ്തെങ്കിൽ ഞാനിപ്പം ആ സീഡല്ല ഇത്. കാരണം അത് വേറെ സീഡ്, ഇത് വേറെ സീഡാണ്. കാരണം ആ സീഡിൽ വില്ലേജ് ഒന്നുമില്ല.
അത് ഞാൻ സ്പോണായി തന്നെ ഏതോ ഒരു ഇടാൻ കൊടുക്കില്ല. പിന്നെ എൻ്റെ സൗണ്ട് ഒന്ന് മാറിയാലുണ്ട്. അത് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ തണുപ്പും പിന്നെ രാവിലെ എണീച്ചിട്ടുള്ള തണുപ്പും എല്ലാം കൂടി കാരണമാണ് സൗണ്ട് ഒന്ന് മാറിയ പോലെ. എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് പരിഗണിക്കുക. നമുക്ക് ഇപ്പം പോയി കയ്യൊരു അയണമെന്ന് എടുക്കാം. പിന്നെ നമ്മളധികം ഷോർട്സ് ഇടൂല, കാരണം ഒരു ഷോർട്സ് മേക്കർ ആയിരിക്കില്ല. ഇടും എന്തായാലും, നോക്കാം എല്ലാം. നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ മൈൻക്രാഫ്റ്റ് മാത്രമാണോ അത് കളിക്കേണ്ടത്, അതോ വേറെ ഗെയിംസൊക്കെ കളിച്ച് അതിനെപ്പറ്റി പറഞ്ഞു തരണോ? നിങ്ങളെല്ലാം ഒന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടം മൈൻക്രാഫ്റ്റ് മാത്രം കണ്ടിട്ടാണെങ്കിൽ അത് പറയാം, അതോ വേറെ ഗെയിംസ് എല്ലാം വേണമെങ്കിൽ അതും പറയാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്ത് എല്ലാം ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം എത്രയാണ്? 15. ഓക്കെ, നമുക്ക് ടോർച്ച് വുഡ് എടുക്കാൻ മറന്നു പോയി. പണികൾ പാളിപ്പോയി. പിന്നെ കോമ്പസ് എടുത്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ബ്രൈറ്റ്നസ് ഒന്ന് ഫുള്ളാക്കിയിട്ട് കോമ്പസ് എടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോൺ പോയിന്റ് കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഉള്ളിൽ പെട്ടുപോയാലും ഇത് നമുക്ക് ഉപകാരപ്പെടും. അതാണ് കോമ്പസ് എടുത്തത്. അവൻ്റെ കൈ ഉളുക്കി എൻ്റെ ഗൈസ്, എൻ്റെ കൈ പൊട്ടിത്തെറിച്ചതായിപ്പോയി. കൈ പൊട്ടി. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു വലിയ സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും നമുക്ക് ചെയ്തത്. അപ്പം അതിനെല്ലാവർക്കും കൂടി ഞാൻ പിന്നെ ഒരു താങ്ക് യു പറയുന്നു. ഓക്കെ, മൊത്തമല്ല ഇപ്പം ഞാൻ കാണുന്ന കുറേ ഗെയിംസിൻ്റെ വീഡിയോ ഇടുന്നത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പേര് വൂൾസ് ആരോ, വൂൾസ് ആരോ അത് തന്നെ. ഇവൻ്റെ വരെയാണ് കുറേ ഗെയിമുകൾ കളിച്ചത്. കുറേ ഇതൊക്കെ മറ്റേ പ്ലേ ടൈം പോപ്പി, അതുപോലെ തന്നെ ഗ്രാനി 3, 5 ഗ്രാനി ഇത്, അതുപോലെ തന്നെ കുറേ ഗെയിമും കളിച്ചതുണ്ട്. അപ്പം അതുപോലെ ഞാൻ ചെയ്യണം, അതോ സുധീൻ്റെ പോലെ ഒറ്റൊരു കണ്ടൻറ്റിൽ നിൽക്കണോ മൈൻക്രാഫ്റ്റിൻ്റെ? അതും നിങ്ങളൊന്ന് പറയാം. അതുമാത്രമല്ല ഗെയിമിൻ്റെ റിവ്യൂ പറയുന്ന പോലെ ഗെയിം കളിച്ചിട്ട് വേറെ ഗെയിംസ് കളിക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഒന്ന് പറയാം എന്നോട്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്ത് ചാടണം. തലപ്പിലാന്ത് പിടിക്കുന്നു. 20 ആയണല്ലേ എല്ലാം. ഞാൻ അടുത്തൊരു ഹാർഡ് കോർ വേൾഡിൻ്റെ ആയിരിക്കും. ഡ്രാഗിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. പക്ഷെ അത് നടക്കലാണ്. കാരണം ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതേ സമയം എടുത്തിട്ട് സൗണ്ട് കൊടുക്കും. എന്നുവെച്ചാൽ ഞാൻ ഒരു 5 മിനിറ്റുള്ള വീഡിയോ എടുത്തുകൊണ്ട് 1 മണിക്കൂർ മൊത്തത്തിൽ ഒന്ന് ചെയ്തിടാൻ. അപ്പം 1 മണിക്കൂറുള്ള വീഡിയോ എടുത്തൊരു 5 മണിക്കൂർ. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ആപ്പ് ഉണ്ടായിരുന്നു, ആപ്പിൻ്റെ പേര് ഓർമ്മയില്ല. ആപ്പിൽ നമ്മൾ ഗെയിം കളിച്ച് നമ്മൾ പറയുന്നതെല്ലാം ഈ സൗണ്ട് റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ വേറെ റെക്കോർഡാക്കേണ്ട ആവശ്യമില്ല ഗെയിമിൽ. അപ്പം അതൊന്നും നമുക്കൊന്ന് കയറ്റണമെന്നുണ്ട് ഈ ഒരു ആപ്പ്. പിന്നെ പേരൊന്നും ഓർമ്മയില്ല, ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് നാളത്തെ എപ്പിസോഡ് മിക്കവാറും ഹാർഡ് കോറിൻ്റെ ആയിരിക്കും. അതൊരു പ്ലേലിസ്റ്റ് ആക്കേണ്ടി വരില്ല, കാരണം അതൊരൊറ്റ എപ്പിസോഡായിട്ടിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ അത് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യും ബാക്കിയാക്കിയിട്ട്. ഇന്ന് ഇത്ര കളിച്ച് അത് ഞാൻ അടുത്ത് സ്റ്റോപ്പാക്കും, ബാക്കി ഞാൻ നാളെ കളിക്കും. അങ്ങനെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് മിസ്, ഞാൻ താഴെ പോയി ചത്തുന്ന ക്രീപ്പർ മാമനാണ് അവിടെ കുത്തിരിക്കുന്നത്. പച്ചത്തുള്ളം ക്രീപ്പർ മാമൻ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ഹാർഡ് കോർ. എൻ്റെ പകുതി ഹാർഡ് കോർ വേൾഡിൽ ഞാൻ ഇവൻ കാരണം ചത്തത്. ഞാൻ ബെഡ് പ്ലേസ് ചെയ്യും, റീസ്പോൺ എടുക്കാൻ ഉറങ്ങാൻ നോക്കും. ഏതെങ്കിലും സ്കെൽട്ടൻ വന്ന് എന്നെ ക്രീപ്പറിൻ്റെ മുന്നിൽ അടിക്കും, ഞാൻ അവിടെ നിന്ന് ബ്ലോക്ക് വെച്ചാവും. വളരെ അനോയിങ് ആയിട്ടുള്ള ഒരു മോവാണ് മൈൻക്രാഫ്റ്റ് തന്നെ ക്രീപ്പർ. പക്ഷെ കുറേ ഉപകാരമുണ്ട്. പകുതിയോളം ബെരീഡ് ട്രഷർ കിട്ടാൻ ക്രീപ്പറാണ്. ഡിഗ് ചെയ്യുന്ന വളരെ പണിയുള്ള കാര്യം ബെരീഡ് ട്രഷർ കണ്ടുപിടിക്കാൻ. എന്നോട് ബറി എന്നല്ല ഇപ്പം ബെരീഡ് ട്രഷർ കണ്ടുപിടിക്കാനും ഇപ്പം ഞാൻ ചെയ്യുന്ന പണിയാണ് ക്രീപ്പേഴ്സിനെ ആടെ ബാക്കിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആടെ നിന്ന് ബ്ലോ അപ്പ് ചെയ്യൽ. അങ്ങനെ ചെയ്യുന്നതിലൂടെ എനിക്ക് ആ ബെരീഡ് ട്രഷറിൻ്റെ അത് പൊട്ടാണ്ട് നോക്കിയാൽ മതി ചെസ്റ്റ്. ബാക്കിയെല്ലാം കുഴപ്പമില്ലാണ്ട് തന്നെ ആവും. കാരണം ചെസ്റ്റ് പൊട്ടിക്കേണ്ട എല്ലാ ലൂട്ടും ഡിസ്ട്രോയ് ആവും. ഡെത്ത് സ്റ്റാർ പോലെ അല്ലല്ലോ അത്.
അതുപോലെ തന്നെ നമുക്ക് ബീക്കണൊക്കെ ഇവിടെ കൊണ്ടുവരണം. ഞാൻ എന്തായാലും എൻഡർ ഡ്രാഗണെ കൊന്നിട്ടാണ് ഈ വിതരണ കൊല്ലാൻ പോകുന്നത്. അതിൻ്റെ ട്രിക്ക് ഉണ്ട്. ക്യാമൻ 18 അതിൻ്റെ ഒരു വീഡിയോ കണ്ടിരിക്കുകയാണ് ഞാൻ. വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻ്റെ പോർട്ടലിൻ്റെ നമ്മൾ എന്തിൽ പോയിട്ട് ഡ്രാഗണെ പെർച്ച് ചെയ്യുന്ന ഈ ഒരു ബെഡ് റോക്കിൻ്റെ സ്ഥലമില്ല, അവിടെ അടിയിൽ ഒരു റൂം ഉണ്ടാക്കിയിട്ട് അവിടെ വിതറിനെ സ്പോൺ ചെയ്താൽ വിതർ ബെഡ് റോക്കിൽ സഫക്കേറ്റ് ആവും. അത് സഫക്കേറ്റ് ആകുമ്പോൾ ചത്തോളും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് വലിയൊരു പണിയില്ലാണ്ട് തന്നെ വിതറിനെ കൊല്ലാം. എൻ്റെ അടുത്തുള്ള ബ്ലാസ്റ്റ് ഫർണസ് ഒന്ന് എടുക്കട്ടെ ഞാൻ. ശേഷം നമുക്ക് ബാക്കി കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, അയാൻ പുറത്തോട്ടേക്കാണല്ലോ പോയ. ഒരു പകുതി കോളി പുറത്തെടുക്കാം. തേങ്ങ, മാങ്ങ, ഓക്കെ. ഇവിടുന്ന് സ്മെൽറ്റ് ചെയ്യണം നമുക്കിത്. ഓക്കെ, ഒന്ന് സ്മെൽറ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വെറുതെ ഒന്ന് ഇവിടെ ഓടിക്കളിയാം. എൻ്റെ സ്ഥിരം പണിയാണ്, മൈൻക്രാഫ്റ്റിൽ ഓടിക്കളിക്കലാണ് എൻ്റെ പണി. ഇവിടെ മൈൻഡ് ചെയ്യണം ആവില്ല, എല്ലാം ഭയങ്കര കുഴപ്പമാണ്. ഞാൻ നെതറിൽ പോയിരുന്നു ഓഫ് ക്യാമറയിൽ. കുറച്ച് ടഫാണ്, ജസ്റ്റ് മിസ്. ഹാർട്ടിൽ ഞാൻ രക്ഷപ്പെട്ടു. പിഗ്ലിനുകൾ ബാക്കിൽ നിന്ന് അടിച്ച് ജസ്റ്റ് മിസ് ചെയ്യും, താഴേക്ക് വീണ്. ഹാർട്ട് കയറി വന്നത് ഗ്രാവിൽ വെച്ചിട്ടാണ്. കാരണം അത് ലാവേൻ്റെ അടുത്ത് കുറേ ഗ്രാവിൽ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്താണ് വേറെ ബ്ലോക്ക് ഒരു പൊട്ടാൻ അയൺ പിക്കാക്സ്. എനിക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് 2 അയൺ പിക്കാക്സ് കിട്ടിയിരുന്നു. അതിലൊന്നാമത്തെ അങ്ങനെയാണ് പൊട്ടിയത്. ഞാനടുത്ത് ഗ്രാവൽ ഷവലില്ലായിരുന്നു അന്നേരം. ഷവലുണ്ടല്ലോ, ഞാൻ പിക്കാക്സ് ഉണ്ടായിരുന്നു, അടിക്കുകയും അതിനൊക്കെ ചെയ്ത് അന്നേരം താഴെ കറങ്ങണം. വലിയ വണ്ടല്ലാണ്ട് ഇത് മറ്റേ കേവിനോട് ഞാൻ ആ പിക്കാക്സ് പകുതിയോളം പൊട്ടി. നമുക്കൊരു മ്യൂസിയം പണിയാണ് ഇവിടെ, നമ്മുടെ റെയറസ്റ്റ് ബ്ലോക്കൊക്കെ വെച്ചിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു യൂട്യൂബറിൻ്റെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്കും കളക്ട് ചെയ്തിരുന്നു. ഇതിന് എൻ്റെ ഫ്രെയിം അടക്കം. അത് ഇവന് ഏതൊരു വേർഷനിൽ പോയിട്ട് അതെങ്ങനെയോ അവൻ ചെയ്ത് നമുക്ക് തിരിഞ്ഞെങ്കിലും ഇപ്പോഴും. ഓക്കെ, അപ്പം നമുക്ക് ഗിയർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കണം, ഷീൽഡ് ഉണ്ടാക്കണം, ഒന്നുണ്ടാക്കണം. ഇത് എന്നോട് അപ്പോട്ടം തന്നെ എനിക്ക് പോകുന്നു, തലപ്പരാന്ത് പിടിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് സം ഓക്ക് വുഡ്. ഓക്കെ, ലെറ്റ്സ് ക്രാഫ്റ്റ് ദം ഇൻടു സം ഓക്ക് പ്ലാങ്ക്. ഇതെല്ലാം എന്താ ഞാൻ തന്നെ വിളിച്ചേറാണ്. ഓക്കെ, 6 വുഡ് അങ്ങനെ പോയി. ഒരു ഹെൽമെറ്റ് കൂടെ ഉണ്ടാകണം. ഓക്കെ, നമുക്ക് ഒരു സോഡ്. സോറി പോയി ഹെൽമെറ്റ് ഉണ്ടാക്കിയില്ലേ, ഒന്നും ഓർമ്മ എടുത്തില്ല ഞാൻ താക്കാനാ. ഈ ഹെൽമെറ്റ് എല്ലാം ഇവിടെ വേണ്ട. തേങ്ങയാണിത്. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് അവിടെ വെച്ചേക്കാം. ഉള്ള സ്റ്റിക്കില്ല. തേങ്ങ, മാങ്ങ, പിന്നെ ഒരു ശവലും കഴിഞ്ഞ്. ഇതിൽ നൈറ്റായി. നമുക്ക് 2 സോംബീനെ സ്കെൽറ്റിനെ കൊന്നിട്ടിടാം. എൻ്റെ പിക്കാക്സ് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. നമുക്ക് അതൊക്കെ ഇതിൽ നിന്നോട്ട് ഞാൻ ഇതൊന്നൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്യട്ടെ. ശേഷം വേണ്ട സാധനം മാത്രം കയ്യിലെടുത്ത് നോക്കാം. ഓക്കെ, എല്ലാം കഴിഞ്ഞു. സെറ്റ് ആയാണ്. അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ച് കയ്യിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ
ക്രാഫ്റ്റിംഗ് ടേബിൾ പിടിക്കാം. ഓക്കെ, എൻ്റെ പുതിയ പിക്കാക്സ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് സോമ്പിനെ കൊത്തിത്തരാം. പഠിച്ചോനെ ക്രീപ്പർ ഉണ്ടാവില്ലേ, പഠിച്ചോനെ ക്രീപ്പർ ഉണ്ടാവില്ലേ. അല്ലാഹു അക്ബർ. എന്ത് തേങ്ങ. അൽഹംദുലില്ലാ ക്രീപ്പർ ഇല്ലല്ലോ, ഹയർ. ഐ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.